കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അരുൺ ഷാജി വീട്ടിലേക്ക് മാറി. ഹൃദയത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായതോടെയാണ് ആശുപത്രി വിട്ടത്. എല്ലാ ഘടകങ്ങളും അനുകൂലമായതായാണ് ശസ്ത്രക്രിയ വിജയകരമാകുവാൻ കാരണമെന്ന് ഡോക്ടർ ടി.കെ. ജയകുമാർ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതിയായിരുന്നു കുമരകം സ്വദേശി അരുൺ ഷാജിയുടെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ മരിച്ച എസ് കൃഷ്ണലാലിൻ്റെ ഹൃദയമാണ് അരുൺ സ്വീകരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 12ാമത്തെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു ഇത്. കാർഡിയോതൊറാസിക് വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു അരുൺ. 11 ശസ്ത്രക്രിയകളിലും ഡോക്ടർമാർക്കൊപ്പം സഹായിയായി അരുൺ ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയ പൂർണ്ണമായും വിജയിച്ചതോടെയാണ് അരുൺ ആശുപത്രി വിട്ടത്. തുടർ ചികിത്സ തുടരേണ്ടി വരുമെന്ന് ഡോക്ടർ ടി.കെ. ജയകുമാർ പറഞ്ഞു. ഇന്നിപ്പോൾ ഡിസ്ചാർജ് ചെയ്യാണ്. എല്ലാം നല്ല സ്റ്റേബിളായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു 6 മാസത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമുണ്ട്. അതായത് ഈ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുന്ന മരുന്നുകളുള്ളതുകൊണ്ട് ഇൻഫെക്ഷനൊക്കെ വരാതെ വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വിടുകയാണ്. പിന്നെ ഇടയ്ക്കുള്ള ചെക്കപ്പുകൾ വേണം ഇങ്ങനെ മുന്നോട്ട്. അരുണിൻ്റെ ശസ്ത്രക്രിയയ്ക്കായി 14 ലക്ഷത്തോളം രൂപയാണ് വേണ്ടി വന്നത്. ഈ തുക BN വാസവന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമിതി ഒരു ദിവസം കൊണ്ടാണ് കണ്ടെത്തിയത്. അരുൺ ആരോഗ്യം വീണ്ടെടുത്തതിൽ വലിയ സന്തോഷമുണ്ടെന്ന് BN വാസവൻ പറഞ്ഞു. ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാമ്പത്തിക സമാഹരണം നടത്തി. അതുപോലെ നല്ല രൂപത്തിൽ ഹൃദയം കിട്ടാൻ നോക്കിയിരുന്നു. എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിനനുസരിച്ച് നല്ല ഏതാണ്ട് അതേ ഏജിലുള്ളൊരു ഹൃദയം കിട്ടി എന്നുള്ളത് ഏറ്റവും ആശ്വാസകരം. ജയകുമാർ സാർ അതെല്ലാം ഭംഗിയായി കൈകാര്യം ചെയ്തു. വളരെ സന്തോഷവാനാണിപ്പോൾ അരുൺ. അത് കാണുമ്പോൾ നമുക്ക് നിറഞ്ഞ സന്തോഷമാണ്. ഒരു കുടുംബം രക്ഷപ്പെട്ടു. ആശുപത്രിക്ക് സമീപം ആർപ്പുക്കരയിൽ തന്നെ വാടക വീടെടുത്താണ് അരുണും കുടുംബവും താമസം മാറ്റിയത്. 1 വർഷത്തോളം കൃത്യമായ നിരീക്ഷണം വേണമെന്നാണ് ഡോക്ടർമാരുടെ കർശന നിർദ്ദേശം. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.